ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു സർവത്താണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല സ്വാദാണ്. ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയൊരു സർവത്താണ് പച്ചമാങ്ങ സർവത്ത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇവിടെ ഒരു പച്ചമാങ്ങയാണ് എടുത്ത് വെച്ചേക്കണത്. നല്ല ഒട്ടും വാടാത്ത നല്ല മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കാം. അപ്പോൾ അതിൻ്റെ ഞെട്ടൊക്കെ ഞാൻ കത്തി കൊണ്ട് കളഞ്ഞു. ഇനി നമുക്ക് തൊലി നന്നായിട്ട് ഇതുപോലെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, അത്രേ വേണ്ടൂ. അപ്പോൾ ഞാൻ തൊലിയൊക്കെ നല്ലോണം കളയട്ടെ കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞു. ഇനി നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അതിനെ പൂളി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ പൂണ്ടെടുത്തു, എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കാം. അപ്പോൾ പച്ചമാങ്ങയും നല്ലോണം നുറുക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കൂട്ടാനൊക്കെ നുറുക്കില്ലേ അതേപോലെ നുറുക്കുക. മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ കണ്ടില്ലേ ഇതേപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുത്തത്. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനത് മിക്സിയിലേക്ക് ഇടുകയാണ്. മിക്സിയിലേക്ക് ഇട്ടിട്ട് പിന്നെ എന്തൊക്കെയാണ് ചേർക്കണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് എല്ലാ മാങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് നമ്മൾ റോക്ക് സാൾട്ടാണ് ഇടുന്നത്. നമ്മൾ കാല നമക്കെന്ന് ഹിന്ദിയിൽ പറയും, അതാണ് ഇട്ട് കൊടുത്തത്. അതില്ലെങ്കിൽ സാധാരണ ഉപ്പിട്ടാൽ മതി. ഒരു 3/4 കപ്പോളം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഒരു 50 ml കപ്പാണത്. അത് നമ്മൾ മാങ്ങയുടെ പുളി അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടേണ്ടി വരും. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പുതിനയിലയാണ്. പുതിനയില ചൂടുകാലത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. വീട്ടിലുണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിനയില ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ 2 തല മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്തോളൂ. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ 1 സ്പൂൺ നമ്മുടെ ജീരകം വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല സ്വാദ് വരും. അതിന് വേണ്ടിയിട്ട് ജീരകം വറുത്ത് പൊടിച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മിക്സി അടച്ച് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പോൾ ആദ്യം ഞാൻ തീരെ വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് ചതച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇനി നമുക്ക് നോക്കാം പാകം എത്രയെന്ന്. അപ്പോൾ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് പോരാ, നമുക്ക് നല്ലോണം വെള്ളത്തിൽ വേണമല്ലോ, ജ്യൂസല്ലേ. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇനി ലാസ്റ്റ് ഒന്ന് വെറുതെ അടിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ ജ്യൂസ് നല്ലോണം തയ്യാറായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസിൻ്റെ അരിപ്പ വെച്ചിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, വായിൽ ആ മാങ്ങയുടെ നാരൊക്കെ പെടും. അത് കാരണം നമുക്ക് ഈ ജ്യൂസ് ഒന്ന് നല്ലോണം അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് അരിക്കണ അരിപ്പ വെച്ച് ഞാൻ ജ്യൂസെല്ലാം നല്ലോണം അരിച്ചെടുത്തു. ഇത് തണുത്ത വെള്ളത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സെർവ് ചെയ്യണ നേരത്തെ നമുക്ക് ഐസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ജ്യൂസ് ഞാൻ അരിച്ചെടുത്തു. ഇതൊരു 4 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. ഒരു മാങ്ങ കൊണ്ട് 4, വലിയ മാങ്ങയായിരുന്നല്ലോ, നല്ലോണം പൾപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 4 ഗ്ലാസോളം ഉണ്ടാവും. ഇത് നമുക്ക് വിരുന്നാർ വരെയൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിനി ഇത് ഗ്ലാസ്സിലേക്ക് പകരട്ടെ. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് മധുരത്തിന് കുറവുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജ്യൂസ് പകർന്ന് കൊടുക്കാം. അപ്പോൾ ജ്യൂസ് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അതേപോലെ എല്ലാവരും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കണ്ട. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ എന്തായാലും കൊടുക്കണം കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.